ധർമ്മസ്ഥലയിലെ കൊലപാതക കേസിൽ സർവത്ര ആശയക്കുഴപ്പം. കേസ് ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർക്കും ഭയം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. DCP സൗമ്യലത അന്വേഷണത്തിൽ നിന്നും പിന്മാറി. മറ്റൊരു ഉദ്യോഗസ്ഥരും പിന്മാറ്റത്തിന് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ ഇന്ന് മംഗലാപുരത്ത് എത്തേണ്ടിയിരുന്ന അന്വേഷണ സംഘം യാത്ര മാറ്റിവെച്ചു. സംഭവത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഏക വനിതാ IPS ഉദ്യോഗസ്ഥയാണ് പിന്മാറിയത്. DCP സൗമ്യലതയാണ് SIT ടീമിൽ നിന്നും പിന്മാറുന്നതായി കാണിച്ച് കത്ത് നൽകിയത്. വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാണിച്ചാണ് കത്ത്. സംഘത്തിലെ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനായ IG MN അനുച്ഛേദനം അനൌദ്യോഗികമായി അന്വേഷണത്തിന്റെ ഭാഗമാകാനില്ലെന്ന് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ധർമ്മസ്ഥല ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന വിഷയമായതിനാൽ ഭക്തിയുടെ ഭാഗമാകാം ഉദ്യോഗസ്ഥരുടെ പിന്മാറ്റമെന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഭീഷണി സന്ദേശം എത്തിയിരിക്കാം എന്നും ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. ഉദ്യോഗസ്ഥരുടെ പിന്മാറ്റം കാരണം മംഗളൂരിൽ എത്തി അന്വേഷണം ആരംഭിക്കാനുള്ള തീരുമാനമാണ് ഇതോടെ മുടങ്ങിയത്. അന്വേഷണ സംഘത്തിന്റെ യാത്ര വൈകാനാണ് സാധ്യത. DCP സൗമ്യലതയുടെ പിന്മാറ്റം അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. DGP പ്രണാബ് കുമാർ നേതൃത്വം നൽകുന്ന 24-അംഗ SIT സംഘത്തിൽ മറ്റൊരു വനിതാ ഉദ്യോഗസ്ഥയെ ഉൾപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി G പരമേശ്വർ അറിയിച്ചു. ബെൽത്തങ്ങടി IB ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയാകും SIT സംഘം പ്രവർത്തിക്കുക. ഉത്തര കന്നഡ, ചിക്കമംഗളൂരു, ഉടുപ്പി എന്നീ ജില്ലകളിൽ നിന്നുള്ള 20-ൽ അധികം മിടുക്കരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് SIT സംഘത്തെ ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിയത്. ഈ സംഘത്തിന് ആവശ്യമെങ്കിൽ കർണാടകയിലെ ഏത് പോലീസ് സ്റ്റേഷനിലും എത്തി മിസ്സിംഗ് കേസുകൾ ഏറ്റെടുത്ത് അന്വേഷിക്കാനും തെളിവ് ശേഖരിക്കാനും സർക്കാർ അധികാരം നൽകിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഉദ്യോഗസ്ഥരുടെ പിന്മാറ്റം ആശയക്കുഴപ്പം സൃഷ്ടിച്ചത്.